വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിലൂടെ സ്വന്തമായ ഒരു ബ്രാൻഡ് വരെ നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് ദേവഗിരി കോളേജിലെ വിദ്യാർത്ഥികളാണ് കലാലയത്തിന്റെ പേരിലുള്ള ബ്രാൻഡിൽ കൂൺ വിപണിയിലേക്ക് എത്തിക്കാനായി ഒരുങ്ങുന്നത്. പ്രാഥമിക പരീക്ഷണത്തിലെ വിളവെടുപ്പൊക്കെ വിജയമായതോടുകൂടി ദേവ് ഷ്റൂം എന്ന ബ്രാൻഡിൽ കൂൺ വിൽക്കാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറെടുക്കുകയാണ്. ഈ സംഗതി സൂപ്പറാണ്. ബെഡൊരുക്കൽ, വിത്ത് നിക്ഷേപം, പരിചരണം, വിളവെടുപ്പ്, പാക്കിംഗ്, വിപണനം തുടങ്ങി കൂൺ കൃഷിയുടെ ഓരോ ഘട്ടവും നിയന്ത്രിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ. നമ്മൾ ഒരു 1 kg ഈ മഷ് പല്ലറ്റ് വെയ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു പോളിത്തീൻ ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1.5 ലിറ്ററോളം തിളപ്പിച്ച വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒപ്പം ഒരു രാത്രി നമ്മൾ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഓവർനൈറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ആൻഡ് പിറ്റേ ദിവസം നമ്മൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ സ്പോൺസ് നമ്മളിന്ന് ഇടുന്നുണ്ട്. 2023 3-ാം വർഷ ബോട്ടണി വിദ്യാർത്ഥികളാണ് കൂൺ കൃഷിക്ക് തുടക്കമിട്ടത്. കോളേജ് മാനേജ്മെന്റ് പ്രത്യേകമായി സജ്ജീകരിച്ച് നൽകിയ മുറിയിൽ ബോട്ടണി വകുപ്പിന്റെ റിവോൾവിംഗ് ഫണ്ടിൽ നിന്നുള്ള പ്രാരംഭ മൂലധനം ഉപയോഗിച്ചായിരുന്നു ആരംഭം. 15 ബെഡുകളുമായി തുടങ്ങിയ സംരംഭം ഇപ്പോൾ 90-ലധികം മഷ്റൂം ബെഡുകളുള്ള യൂണിറ്റായി വളർന്നു. ഈ സ്പോൺ ഇടുന്ന വരെയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹാങ് ചെയ്തതിന് ശേഷം നമ്മൾ 3 ബാച്ചാക്കി തിരിച്ചു. അതായത് മോർണിംഗ് ബാച്ച്, ആഫ്റ്റർനൂൺ ബാച്ച്, പിന്നെ ഈവനിങ് ബാച്ച്. അത് നമ്മൾ ക്ലാസ് ടൈമിനെ ഡിസ്റപ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എല്ലാവരും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ നനയ്ക്കും. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ 3 ദിവസം ഷെൽഫ് ലൈഫ് പറയുന്നുണ്ട്. അല്ലാത്തതാണെങ്കിൽ നമുക്ക് 1 day 24 hours കിട്ടുള്ളൂ. HU സ്ട്രെയിൻ വിഭാഗത്തിലെ ചിപ്പിക്കൂണും പിങ്ക് ഓയിസ്റ്റർ കൂണുമാണ് കൃഷി ചെയ്യുന്നത്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററാണ് വിത്തുകൾ നൽകുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 15 കിലോയിലധികം കൂണുകൾ വിദ്യാർത്ഥികൾ വിപണിയിലെത്തിച്ചു. 100 ഗ്രാമിന് 40 രൂപയാണ് വില. ലാഭവിഹിതം വിദ്യാർത്ഥികൾ പങ്കിട്ടെടുക്കും. വരും വർഷങ്ങളിൽ കൃഷി കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് കോളേജ് മാനേജ്മെന്റ്. സ്വന്തമായിട്ട് നമുക്ക് സ്പോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മഷ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. നിലവിൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന കൂൺ വിത്തുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമവും വിദ്യാർത്ഥികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതിൻ്റെ സ്പോണിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് നമ്മുടെ ഈ ഫെസിലിറ്റി ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ഘട്ടം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടി വരിക നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രത്യേക സ്ട്രെയിനുള്ള മഷ്റൂമുകളെ നമ്മളൊരു കൺട്രോൾഡ് സ്റ്റെറൈൽ കണ്ടീഷനിൽ ഇനോക്കുലേറ്റ് ചെയ്ത് മൈസീലിയം ഗ്രോ ചെയ്യിപ്പിച്ച് ആ മൈസീലിയത്തിനെ ഒരു സബ്സ്ട്രേറ്റിലേക്ക് മാറ്റി അതാണ് നമ്മൾ സ്പോണായിട്ട് യൂസ് ചെയ്യുന്നത്. ദേവ് ഷ്റൂം ബ്രാൻഡായി ഇറക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗം ലൈസൻസും കോളേജിന് ലഭിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് എടുത്തു വെച്ച ഒരു ആശയമാണ് കുട്ടികളത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം കുട്ടികളുടെ ഒരു പ്രൊജക്റ്റായിട്ടാണ് അത് മാറിയത്. അവർ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ തന്നെ ബഡ്സ് അറേഞ്ച് ചെയ്യുന്നു, അവർ തന്നെ ഹാർവെസ്റ്റ് നടത്തുന്നു, അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ബോട്ടണിയിലൊക്കെ അവർ പഠിക്കുന്ന കുറേ തിയറീസ് ഉണ്ട്. ആ തിയറീസ് എങ്ങനെ സൊസൈറ്റിക്ക് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് ദേവഗിരി ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കൂൺ മഷ്റൂം ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പഠനം മാത്രമല്ല കൃഷിയും സെറ്റാണെന്ന് തെളിയിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. അരുൺ പുതുപ്പാടിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.